ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ എണീറ്റ് നല്ല കടുപ്പോ നല്ല മധുരമൊക്കെ ആയിട്ടുള്ളൊരു ചായ കിട്ടണം. അത് എണീറ്റ് വരുമ്പോഴത്തേനും ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സൂപ്പറായിരിക്കും അന്നത്തെ ദിവസം. അപ്പോൾ ആരും വെച്ച് തരാനൊന്നുമില്ല, നമ്മൾ തന്നെ രാവിലെ എണീറ്റ് ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് രാവിലത്തെ ചായ മാത്രമല്ല, ചായ കുടിക്കുന്ന സമയത്ത് ആ ചായ നല്ല അടിപൊളിയായിട്ടിരിക്കണം. നല്ല കടുപ്പവും നല്ല മധുരവും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണം. അങ്ങനെ ചായയൊക്കെ വെച്ചു. പിന്നെ ആ ചായൻ്റെ ആ ഒരു മട്ടുണ്ടല്ലോ, ചായപ്പൊടീൻ്റെ മട്ടൊക്കെ അപ്പോൾ തന്നെ കളഞ്ഞിട്ട് ചായപാത്രം കൊണ്ടൊന്ന് കഴുകി വയ്ക്കാൻ. കുറച്ച് നേരം ഞാൻ ചായ കുടിക്കാനിരിക്കും. ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി പിടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ചായ കുടിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് ചായ കുടിക്കാനോ. അപ്പോൾ എനിക്ക് കല്യാണത്തിന് മുമ്പൊന്നും ഇത്ര നന്നായിട്ട് ചായ ഇടാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും അത്ര നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കല്യാണത്തിന് മുമ്പൊക്കെ ഞാനൊരു വാട്ട ചായയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്. താത്ത അങ്ങനെ ചായ വയ്ക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കരണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുന്നത് കാണാം. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ചായൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. അപ്പോൾ ചായ ഇങ്ങനെ കുറേ നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടുപ്പവും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചായ കുടിക്കാമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് പിന്നെ എനിക്ക് ചോറൊന്നും വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. തലേന്നത്തെ ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എനിക്കുള്ള ചോറൊന്ന് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി വെച്ചു. സാമ്പാർ പിന്നെ തണുപ്പ് പോകാൻ വേണ്ടി വെച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപാടെ ചായയെ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ബെഡ്ഷീറ്റും കുറച്ച് തുണികളൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടു. തലേന്ന് തന്നെ അതൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റ് തുറക്കാനും മുറ്റോടിക്കാനൊക്കെ ഇത്തിരി വൈകിപ്പോയി. കാരണം രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞതും പിന്നെ ഞാൻ പോയിട്ട് അതൊന്ന് അലക്കാൻ നിന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മുക്കി വെക്കുകയും ചെയ്തു. എന്തായാലും അലക്കിയിട്ടു. മുറ്റത്ത് അങ്ങനെ ഒരുപാട് അടിച്ചു വരാനൊന്നുമില്ല. കുറച്ച് പൂക്കളും കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മുറ്റം അടിക്കാതിരുന്നാൽ ഒരു സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ ഒന്ന് അടിച്ചൊക്കെ വാരി ചോറും കറിയൊന്നും വെക്കാതിരുന്നത് കൊണ്ട് ഇന്ന് രാവിലെ തന്നെ നല്ല ഫ്രീ ആയിരുന്നു. പിന്നെ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ട് വരുമ്പോഴത്തേനും ടാങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റതും ടാങ്കിൽ വെള്ളം ഇടും. ചിലപ്പോൾ എപ്പോഴാണ് പെട്ടെന്ന് നിൽക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ അത് ചോറൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ദോശയും സാമ്പാറുമായിരുന്നു രാവിലത്തേക്ക്. ഇതിനിടയ്ക്ക് അടിക്കലും തുടയ്ക്കലും കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് 2 പപ്പടത്തിന് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് വറുത്തു. 2 മുളകും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ പണികളും ഒരുക്കിയിട്ട് അടുക്കള കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അത്ര നേരം കഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ മറക്കും.